എന്തുകൊണ്ടിട്ടാ കാണണമെന്ന് പറഞ്ഞേ? അത് ഞാനൊന്ന് പിന്നെ പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും തരാതില്ലേ പോയത്. അപ്പൊ റിപ്ലൈ കേൾക്കാനാണ് വിളിച്ചേ? ഞാൻ വിചാരിച്ചെന്നെ കാണാനായിരിക്കും. ഏയ് അല്ല, എന്നെ കാണാനാ. അപ്പൊ റിപ്ലൈ കേൾക്കണം? അല്ല, കേൾക്കണം. റിപ്ലൈ കേൾക്കണം. എടോ, ഈ ഒരാളോട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവരുടെ റിപ്ലൈ കേൾക്കാതിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഈ എക്സൈറ്റ്മെന്റും പിന്നെ കുറെ ടെൻഷനും. സോ വെറുതെ ടെൻഷൻ വെച്ച് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചത്. ഉണ്ണിയേട്ടാ, എനിക്ക് ഉണ്ണിയേട്ടനെ ഇഷ്ടമാണ്. പക്ഷെ ഇതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? ഞാൻ 1-2 മാസം കഴിഞ്ഞ് ഓസ്ട്രേലിയക്ക് പോകും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പാർട്ട്ണറാവാൻ പോകുന്ന ആളെന്നൊക്കെ പറയുമ്പോൾ എനിക്കെപ്പോഴും കൂടെ ഉണ്ടാവണം. ഉണ്ണിയേട്ടനാണെങ്കിൽ നാടും വീടും പാർട്ടി പ്രവർത്തനമൊക്കെ അല്ലേ താല്പര്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഉണ്ണിയേട്ടാ, നമ്മുടെ ഐഡിയോളജീസ് ഭയങ്കര ഡിഫറെൻറ്റാണ്. എനിക്കാണെങ്കിൽ പുറത്ത് പോയി സെറ്റിൽ ആവാനാണ് താല്പര്യം. ഉണ്ണിയേട്ടനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റും. അപ്പോൾ പിന്നെ വെറുതെ മുമ്പോട്ട് കൊണ്ടുപോയി കോംപ്ലിക്കേറ്റ് ആക്കുന്നതിന് പകരം നമുക്കിതിവിടെ വെച്ച് നിർത്തുന്നതല്ലേ നല്ലത്.